ഹലോ ഗേസ്, ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ബ്രെഡ് മസാല. ബ്രെഡ് മസാല എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാക്കലുണ്ടോ അറിയില്ല. ഞാൻ ഉണ്ടാക്കി നോക്കി, എനിക്ക് നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ മക്കൾ ദോശയും പത്തലൊന്നും രാവിലെ ആക്കിയും കഴിക്കാറ് കുറവാണ്. ബ്രെഡ് ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ നല്ലവണ്ണം കഴിച്ചോളും. അപ്പോൾ മക്കളെ ഇഷ്ടമല്ല നമ്മളെ ഇഷ്ടം. അങ്ങനെ ഞാൻ ബ്രെഡ് മസാല ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ചുരുക്ക പണിയായില്ലും. ബ്രെഡ് ഒരു പാക്കറ്റ് ബ്രെഡ് മാത്രം മതി. അത് ചെറിയ അളവിലാക്കുന്നുണ്ടെങ്കിൽ ബ്രെഡ് എത്ര ആക്കുന്ന അത്ര മതി. ഒരു പാൻ തീമ വെക്കാം. അത് ചൂടാക്കി കഴിയുമ്പോൾ 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 സ്പൂണേ വേണ്ടും ഓയിൽ. 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് അമർത്തിയിട്ട് വെക്കണം. ഓരോരോ ബ്രെഡായിട്ട് ചൂടാക്കിയിട്ട് എടുത്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എന്തിനാ വെച്ചാൽ മസാലയിൽ അല്ലെങ്കിൽ പൊടിഞ്ഞ് വരും. അതുകൊണ്ടാണ് പറയുന്നത്. ചൂടാക്കിയിട്ട് എടുത്താൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയൂല, നല്ല കാണാൻ ഒരു ഭംഗിയും കാണും. അതുകൊണ്ടാണ്. അപ്പം ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം അങ്ങോട്ടും അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് എടുക്കണം കേട്ടോ. 2 സെക്കൻഡേ വെക്കണ്ടേ. ആ മുരിഞ്ഞത് ചെറുങ്ങനെ കാണുമ്പോൾ എടുക്കണം കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഇതാക്കാമെന്ന് വെച്ചാൽ അടുത്തതിടാം. അതുപോലെ എല്ലാം ആക്കിയിട്ട് ഇത് ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ. ഇതാക്കിയിട്ട് കൈയോട് പിച്ചിട്ടെടുക്കാം, ഇല്ലെങ്കിൽ കത്തിനോടോ മുറിച്ചെടുക്കാം. ഞാൻ കത്രികനോട് ചെറുങ്ങനെ പീസാക്കിയിട്ടെടുത്ത്, കത്രികനോടായെങ്കിൽ ഒരേ ലെവലിൽ കിട്ടും. അതും കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. എന്നിട്ട് അങ്ങനെ ഓരോന്നേ എടുത്ത് മാറ്റിയെടുക്കാം. എന്നിട്ട് കത്രികനോട് ഞാൻ പിച്ചെടുത്തതാണ് കേട്ടോ. കത്രികനോട് പിച്ചി അയക്കുമ്പം നല്ല ആകൃതിയിൽ വരും. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ, ചെറുതാണ് ചെറുത്, വലുതാണ് വലുത്, എല്ലാ വിധത്തിലും വരും. അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അങ്ങനെ ഓരോന്നേ ഇത് ബ്രെഡായിട്ടുണ്ട്, ബ്രെഡാക്കിയിട്ട് എടുക്കാം. അങ്ങനെ എല്ലാം ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ എന്താക്കുന്ന വെച്ചാൽ പിന്നെ വേണ്ടത് ഒരു വലിയ സവാള. ചെറുതാണെങ്കിൽ 2, വലുതാണെങ്കിലും 1 മതി. അങ്ങനെ ഞാൻ വലിയ സവാളയാണ് എടുത്തത്. ഒരു വലിയ സവാള, 2 മീഡിയം സൈസ് തക്കാളി, എരിവിനാവശ്യമായ പച്ചമുളക്, കുറച്ച് മല്ലിയില വേണം. മല്ലിയില ഉണ്ടായിട്ടില്ല, അതെല്ലാം അരിഞ്ഞിട്ടും വെക്കണം. അങ്ങനെ അരിഞ്ഞിട്ട് ചെറുങ്ങനെ കഴിയുന്ന സൈസും ചെറുങ്ങനെ അരിയിലാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ ആയെങ്കിൽ കാണാനൊരു ഭംഗി കാണും. തക്കാളി നല്ലോണം അരിഞ്ഞ് എടുക്കണം, എന്നാലേ ഉടഞ്ഞ് കിട്ടും. സവാള ഉടഞ്ഞ് കിട്ടണമെന്നില്ല, തക്കാളി മാത്രമേ ഉടഞ്ഞ് കിട്ടേണ്ടതുള്ളൂ. കാണാനൊരു നല്ല ഭംഗി ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാം അരിഞ്ഞ് വെച്ച് പിന്നെ ഒരു കടായി തീമോക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഫാം ഓയിൽ എന്തായാലും മതി. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ നല്ല മണമുണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഗ്യാസ് കത്താൻ ഒരു ചെറിയ കളി ഉണ്ടായിട്ടുണ്ട്. ലൈറ്റർ തണുപ്പ് കയറി ഉണ്ടെന്ന് തോന്നുന്നു, അടിച്ചിട്ടും ആകുന്നില്ല. അതാണ് അങ്ങനെ അതിലേക്ക് പാത്രം ചൂടാക്കുമ്പോൾ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനിടയ്ക്ക് ഞാൻ ബ്രെഡും പിച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ. കത്രികനോട് തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. നല്ല ആകൃതിയിൽ തന്നെ ആവും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കത്രികനോട് തന്നെ നല്ലത്, ഒരേ സൈസിൽ കിട്ടും. അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാകും. അങ്ങനെ പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഉള്ളിയും തക്കാളി പച്ചമുളകും അതും നേർങ്ങനെ അരിയണം കേട്ടോ. നേർങ്ങനെ അരിയുന്നതാണ് നല്ലത് തക്കാളിയെല്ലാം. എന്നാലേ പെട്ടെന്ന് നമുക്ക് പൊരിഞ്ഞ് കിട്ടാനുള്ള ഇത് കിട്ടും, ഉടഞ്ഞ് കിട്ടും. തക്കാളിയെല്ലാം വെലിങ്ങനെ ഇട്ടെങ്കിൽ അത് കിട്ടാനും ഒടയാനും ഒരു പ്രയാസം കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വലിയ സ്പൂൺ 2 സ്പൂൺ വലിയ സ്പൂണിലായതുകൊണ്ട് 2 സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്. വലിയ സ്പൂണ് ഓയിൽ തന്നെ ഒഴിച്ച്. ഇത് ഈസി പണിയാണ് കേട്ടോ. ആദ്യം ഉണ്ടാക്കി നോക്കിയ ആളുകളും പിന്നെയും ഉണ്ടാക്കി നോക്കും. മക്കൾക്കെല്ലാം ഈ മേഗിയെല്ലാം കൊടുക്കുമ്പം ആക്കുന്നില്ല, അതുപോലെ തന്നെ ഏകദേശം ഇത്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് കമൻറ്റും അറിയിക്കണം കേട്ടോ. ഉണ്ടാക്കാതെ നിൽക്കരുത്. അപ്പം എല്ലാം കൂടി യോജിപ്പിക്കുക. അതിനിടയ്ക്ക് ഞാൻ എല്ലാം പിച്ച് കുറേ ഇട്ടു. എണ്ണ ചൂടാക്കുമ്പം തക്കാളി പച്ചമുളക് സവാള എല്ലാം ഒരുപോലെ ഇടണം എല്ലാം. എന്നിട്ട് അതിലേക്ക് എന്താക്കുമെന്ന് വെച്ചാൽ ഈ തക്കാളിയും പച്ചമുളകും സവാളയും എല്ലാം ഇട്ടി പിന്നെ ഇളക്കി കൊടുക്കുക. ഈ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫ്ലെയിം ലോ ആയിലിട്ടാൽ മതി, അല്ലെങ്കിൽ ഉള്ളിയെല്ലാം ഇടുമ്പോൾ കരിഞ്ഞു പോകും. കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. ഞാൻ എല്ലാം ഒന്നാകിയാണ് ഇടുന്നത് കേട്ടോ. എല്ലാം ഒന്നാകെ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടും കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കിട്ടും കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. തക്കാളിയെല്ലാം പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. തക്കാളി ഉടയാൻ ഭയങ്കര പ്രയാസമാണ് ഒരാൾക്ക്. ഞാൻ അധികം ബിരിയാണിയെല്ലാം വെക്കുമ്പോൾ കുക്കറിൽ തന്നെ ആവുകൊണ്ട് ഇടൽ. ആവശ്യത്തിന് ഉപ്പ് കൂട്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും.
അതുകൊണ്ടാണ് പറഞ്ഞത്. ഉള്ളി നല്ലോണം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളി ഇങ്ങനെ കാണണം, ചവക്കാൻ കിട്ടണം. ചവക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഉള്ളിയെല്ലാം ഇട്ട് എല്ലാം യോജിപ്പിച്ചിട്ട് പിന്നെ മസാല ആവേണ്ട വിധത്തിൽ തന്നെ വെക്കാം. അതിനെ പിന്നെ എന്താക്കുന്ന വെച്ചാൽ മസാല ഇതുപോലെ ആയിട്ടുണ്ട്. പൊടികൾ നമുക്ക് ചേർക്കണം. അതിലേക്ക് പൊടികളെല്ലാം ചേർക്കണം. ഇതുപോലെ ആകുമ്പോൾ പൊടികളെല്ലാം ചേർക്കണം. തക്കാളിയിൽ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ ലേശേ ഇടണം, നല്ലോണം ഇടണ്ട. അത് ഇങ്ങനെ ചുവമണം വരും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടെങ്കിൽ. അപ്പോൾ 1/4 സ്പൂണും വേണ്ട, ഒരു ഇത് മതി. ഒരു പൊടി മാത്രമേ വേണ്ടൂ. അതിലേക്ക് പൊടികളെല്ലാം ആഡാക്കുന്നുണ്ട്. ഉണ്ടെന്ന് വെച്ചാൽ ലേശം മല്ലിപ്പൊടി, പിന്നെ 1/4 സ്പൂണ് മല്ലിപ്പൊടി. അതിൻ്റെ പേര് കിട്ടൽ കുറവാണ് നമുക്ക് മല്ലിപ്പൊടിൻ്റെ. പിന്നെ ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി, വലിയ ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇട്ടോ. അന്നെങ്കിൽ ബ്രെഡ് സാധാരണ ഒരു മധുരം പോലെയാണ് ഉണ്ടാവില്ലേ. അപ്പം മുളക് പൊടി ഇട്ടപ്പം കഴിക്കാൻ എരിവും മുളകും എല്ലാം എരിവും മധുരവും എല്ലാം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് വലിയ ടീസ്പൂണിന് മുളക് പൊടി ഇടാൻ പറയുന്നത്. എന്നിട്ട് അതും ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഞാൻ വലിയ ടീസ്പൂൺ തന്നെ ഒരു ചെറുതായതുകൊണ്ടാണ് 2 ഇട്ട് ഇടുന്നത്. അതും ഇട്ട് നല്ലോണം യോജിപ്പിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഇതാക്കി യോജിപ്പിച്ചിട്ട് പച്ചമണം മാറി പിന്നെ ഈ ബ്രെഡ് പിച്ചതും അതിലേക്ക് ഇട്ടിട്ട് യോജിപ്പിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ബ്രെഡ് മസാലയാക്കാനുള്ള പണി. ഇപ്പം ഈസി പണിയും ചിലവും കുറവാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് കമൻ്റെല്ലാം അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, വീഡിയോസെല്ലാം കാണുക, കമൻ്റെല്ലാം അറിയിക്കണം. അപ്പം വീഡിയോസെല്ലാം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും അറിയിക്കണം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. മക്കൾക്കെല്ലാം പെട്ടെന്ന് കഴിക്കാനും പറ്റും, നല്ല ടേസ്റ്റും വരും. പിള്ളേർക്കെല്ലാം ഒന്നാമത് ഇങ്ങനത്തെ അതെല്ലാം ആക്കി കൊടുക്കുമ്പോൾ വെറൈറ്റി ആക്കുമ്പോൾ ഓരോരാൾക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അതാണ് പറയുന്നത്. എന്നിട്ട് എല്ലാം യോജിപ്പിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം, മല്ലിയിലയും വേറിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഷെയറെല്ലാം ചെയ്യുക. ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും സബ്ബാക്കാൻ പറയുക. അതിൻ്റെ വീഡിയോ ഇത്രയും വരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.